നിങ്ങൾ താമസിക്കുന്ന വീടിന് അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ മുറിക്ക് ഒരു പ്രത്യേക ഫീലുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചില സ്ഥലങ്ങളിൽ നമുക്ക് ഭയങ്കര സമാധാനം തോന്നും, എന്നാൽ മറ്റു ചിലയിടങ്ങളിൽ ഒരു അസ്വസ്ഥതയും, അല്ലേ? ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്, വാസ്തുവിനെപ്പറ്റി. നമ്മുടെ ചുറ്റുപാടുകളെ സൗഖ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടി എങ്ങനെ ക്രമീകരിക്കാം എന്ന് പഠിപ്പിക്കുന്ന പുരാതന ഭാരതീയ ശാസ്ത്രം. ഒന്നോർത്തു നോക്കിയേ, ഒരു പുതിയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ മുറിയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ പെട്ടെന്നൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീൽ നമുക്ക് കിട്ടാറില്ലേ? ചില സ്ഥലങ്ങൾ നമ്മളെ അങ്ങോട്ട് ആകർഷിക്കും, അവിടെ കുറച്ചുകൂടി സമയം ഇരിക്കാൻ തോന്നും. എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ നിന്നോ എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോയാൽ മതിയെന്നാവും. എന്തുകൊണ്ടാണിത്? ഈ രണ്ട് ചിത്രങ്ങളൊന്ന് നോക്കൂ. ഇടതുവശത്തുള്ളത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു ബഹുമാനവും പ്രചോദനവുമൊക്കെ തോന്നുന്നില്ലേ? എന്നാൽ വലതുവശത്തുള്ളത് നോക്കൂ, ആകെ അലങ്കോലപ്പെട്ട് നമ്മുടെ എനർജി മുഴുവൻ ചോർത്തിക്കളയുന്ന പോലൊരു ഫീൽ. ഈ രണ്ട് അനുഭവങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതാണ് വാസ്തു എന്ന ശാസ്ത്രം ഉത്തരം തരുന്ന പ്രധാനപ്പെട്ടൊരു ചോദ്യം. അപ്പോൾ ഈ അനുഭവങ്ങൾക്കെല്ലാം പിന്നിലുള്ള രഹസ്യം എന്താണ്? വാസ്തു ഇതിനെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? നമുക്കതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തിലേക്ക്, അതിൻ്റെ ഹൃദയത്തിലേക്ക് തന്നെ കടക്കാം. ആ രഹസ്യത്തിൻ്റെ പേരാണ് പ്രാണൻ. ഒരു സ്ഥലത്തെ വൈബ് എന്ന് നമ്മൾ പറയില്ലേ, അതിന് പിന്നിലെ അദൃശ്യമായ ശക്തിയാണിത്. പ്രപഞ്ചത്തിലെ എല്ലാത്തിനും ജീവൻ നൽകുന്ന ഒരു എനർജി. ഒരു പുഴ ഒഴുകുന്നതുപോലെ പ്രാണൻ ഒരു സ്ഥലത്ത് സുഗമമായി ഒഴുകുകയാണെങ്കിൽ നമുക്കവിടെ സുഖവും സമാധാനവും അനുഭവപ്പെടും. എന്നാൽ ഈ ഒഴുക്കിനെ എവിടെയെങ്കിലും ഒരു തടസ്സം വന്നാലോ, അവിടെ നമുക്ക് അസ്വസ്ഥതയും ഒരുതരം സമ്മർദ്ദവും തോന്നും. ഇവിടെ ഒരു ചെറിയ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. വസ്തു എന്ന് പറഞ്ഞാൽ അതൊരു സാധ്യത മാത്രമാണ്, ഒരു കട്ട മണ്ണ് പോലെ. എന്നാൽ വാസ്തു എന്ന് ദീർഘിപ്പിച്ചു പറയുമ്പോൾ ആ മണ്ണുകൊണ്ട് നമ്മൾ ഭംഗിയായി പണിത ഒരു വീടാണത്. ഒന്ന് അസംസ്കൃത വസ്തുവാണെങ്കിൽ മറ്റേത് അതിൻ്റെ പൂർത്തിയായ രൂപമാണ്. ആ വ്യത്യാസം പ്രധാനമാണ്. വാസ്തു ശരിക്കും എന്താണ് ചെയ്യുന്നത്? അത് നമ്മുടെ വീടുകളിലും ജോലിസ്ഥലങ്ങളിലും ഈ പ്രാണന്റെ ഒഴുക്കിനെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുന്നു. എന്തിനാണെന്നല്ലേ? നമുക്ക് കൂടുതൽ ആരോഗ്യം, സമൃദ്ധി, പിന്നെ ജീവിതത്തിലൊരു ബാലൻസ്, ഇതൊക്കെ കണ്ടെത്താൻ. ഇതൊരു കൂട്ടം നിയമങ്ങൾ മാത്രമല്ല, മറിച്ച് പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കാനുള്ള ഒരു വഴികാട്ടിയാണ്. ഈ പ്രാണൻ എന്ന ആശയം ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഞാനൊരു കഥ പറഞ്ഞുതരാം. ഇത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഈ ആശയം പിന്നെ ഒരിക്കലും മറക്കില്ല, ഉറപ്പ്. ഈ കഥ തുടങ്ങുന്നത് ഗ്രന്ഥകർത്താവിൻ്റെ ഗുരുവായ വിമലാനന്ദയുടെ ഈ ശക്തമായ വാക്കുകളോടെയാണ്. മോനെ, നിന്റെ ഭൂമിയും വീടും എങ്ങനെയാണോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, അത് നിന്റെ ജീവിതത്തിലെ സന്തോഷത്തിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കും. ഒരു ദിവസം അദ്ദേഹം തന്റെ ശിഷ്യനെയും കൂട്ടി ഒരു ആശ്രമത്തിലേക്ക് പോവുകയായിരുന്നു. ആശ്രമത്തിനു മുന്നിലെത്തിയപ്പോൾ വിമലാനന്ദ ശിഷ്യനോട് ചോദിച്ചു, ഈ ഭൂമിയെക്കുറിച്ച് നിനക്കെന്ത് തോന്നുന്നു? ആ സ്ഥലത്തിന് മുൻവശം വളരെ വീതിയുള്ളതും പിൻവശം ഇടുങ്ങിയതുമായിരുന്നു. അദ്ദേഹം അതിനെ ഒരു വ്യാഘ്രമുഖി ഭൂമി, അതായത് കടുവയുടെ വായ എന്ന് വിളിച്ചു. ഒരു കടുവയെപ്പോലെ അത് മുന്നോട്ട് കുതിച്ചെല്ലാം വിഴുങ്ങുന്നു, പക്ഷേ തിരിച്ചൊന്നും തരുന്നില്ല. ആ ഭൂമി അവിടെ ഉണ്ടായിരുന്ന വിഭവങ്ങളെല്ലാം വിഴുങ്ങുകയും അവിടെ താമസിക്കുന്നവർക്കിടയിൽ എപ്പോഴും വഴക്കും കലഹങ്ങളും ഉണ്ടാക്കുകയും ചെയ്തു. ഇതിന്റെ നേരെ വിപരീതം എന്തായിരിക്കും? അതാണ് ഗോമുഖി ഭൂമി, അതായത് പശുവിന്റെ വായ പോലെ. അതിന്റെ മുൻവശം ഇടുങ്ങിയതും പിൻവശം വീതിയുള്ളതുമായിരിക്കും. ഒരു പശുവിനെപ്പോലെ അത് കുറച്ച് പുല്ല് തിന്നിട്ട് പകരം പാൽ, തൈര്, വെണ്ണ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തിരികെ തരുന്നു. അതുപോലെ ഗോമുഖി ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു നിക്ഷേപം പോലും വലിയ ഐശ്വര്യമായി തിരികെ വരും. അതുകൊണ്ട് താമസിക്കാൻ ഏറ്റവും നല്ലത് ഗോമുഖി ഭൂമിയാണ്. എന്നാൽ കച്ചവടത്തിനോ ആളുകളെ ആകർഷിക്കാൻ വ്യാഘ്രമുഖി ഭൂമിയാണ് നല്ലതത്രേ. ശരി, ഈ വലിയ ആശയം നമുക്ക് നമ്മുടെ സ്വന്തം വീടുകളിലേക്ക് എങ്ങനെ കൊണ്ടുവരാം? നമ്മുടെ വീടിനെ എങ്ങനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാം? നമുക്ക് നോക്കാം, അല്ലേ? നമ്മുടെ വീടിനെ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നമ്മുടെ രണ്ടാമത്തെ ചർമ്മം പോലെ. നമ്മുടെ ചർമ്മം പുറം ലോകത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നതുപോലെ നമ്മുടെ വീടും നമ്മളെ സംരക്ഷിക്കുന്നു. പുറത്തെ ബഹളങ്ങളിൽ നിന്നും ടെൻഷനിൽ നിന്നും നമുക്ക് അഭയം നൽകി നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ശാന്തമാക്കുന്നു. ഇതാണ് വാസ്തുവിന്റെ ആത്യന്തികമായ ലക്ഷ്യം, സുഖം ഉണ്ടാക്കുക. ഈ വാക്കിന്റെ അർത്ഥം തന്നെ നല്ല ഇടം എന്നാണ്. ഇത് വെറും സന്തോഷമല്ല, നമ്മുടെ ഉള്ളിലെ സമാധാനവും പുറത്തുള്ള ഐശ്വര്യവും ഒരുമിച്ച് ചേരുമ്പോഴുണ്ടാകുന്ന ഒരു സമ്പൂർണമായ അവസ്ഥയാണ് സുഖം, ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ ഒരനുഭവം. നമ്മളും നമ്മുടെ വീടും തമ്മിൽ 3 തലങ്ങളിലുള്ള ഒരു ബന്ധമുണ്ട്. ഒന്നാമതായി നമ്മുടെ ശരീരം. അത് വീടിനകത്തെ കസേര, മേശ പോലുള്ള ഫിസിക്കൽ വസ്തുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമതായി നമ്മുടെ പ്രാണൻ.
അത് വീടിന്റെ എനർജി ഫ്ലോയുമായി കണക്റ്റഡാണ്. മൂന്നാമതായി നമ്മുടെ മനസ്സ്. അതാ വീട് തരുന്ന സൂക്ഷ്മമായ വൈബ്രേഷനുകളുമായും ഓർമ്മകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ശരി, ഇത്രയും നേരം നമ്മൾ തിയറിയെക്കുറിച്ചല്ലേ സംസാരിച്ചത്. ഇനി നമുക്കിത് പ്രായോഗികമായി എങ്ങനെ അനുഭവിക്കാമെന്ന് നോക്കിയാലോ? ഈ എനർജിയെ തിരിച്ചറിയാൻ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സിമ്പിൾ വഴികൾ പറഞ്ഞുതരാം. റെഡിയല്ലേ? നമുക്ക് ആദ്യത്തെ വ്യായാമം ചെയ്തു നോക്കാം. ശാന്തമായി ഒരിടത്ത് കണ്ണടച്ചിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും അതിൽ മാത്രം ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ വീട്ടിലെ ഓരോ മുറിയിലും പോയി ഇതൊന്നുകൂടി ചെയ്തു നോക്കൂ. കിടപ്പുമുറിയിൽ നിങ്ങളുടെ ശ്വാസം എങ്ങനെയാണ്? അടുക്കളയിലോ? ചില മുറികളിൽ ശ്വാസമെടുക്കാൻ നല്ല എളുപ്പമുള്ളതായും മറ്റു ചിലയിടങ്ങളിൽ ശ്വാസത്തിനൊരു ബ്ലോക്ക് പോലെയും നിങ്ങൾക്ക് അനുഭവപ്പെടാം. ഒന്ന് ശ്രമിച്ചു നോക്കൂ, ശരിക്കും അത്ഭുതം തോന്നും. ഉദാഹരണത്തിന്, ഈ ചിത്രത്തിലേതുപോലെ ചരിഞ്ഞ മേൽക്കൂരയുള്ള ഒരു മുറിയിലിരിക്കുമ്പോൾ നമുക്കൊരു ഭാരം അനുഭവപ്പെടില്ലേ? ശ്വാസമൊന്ന് പിടിച്ചുവെക്കുന്നതുപോലെ ഒരുതരം അസ്വസ്ഥത. എന്തുകൊണ്ടാണെന്നോ? ആ കൂർത്ത കോണുകൾ പ്രാണന്റെ സ്വതന്ത്രമായ ഒഴുക്കിനെ ഒരു അണക്കെട്ട് പോലെ തടഞ്ഞു നിർത്തുകയാണ്. ഇതാണ് മോശം വാസ്തുവിന്റെ ഒരു നല്ല ഉദാഹരണം. ഇനി രണ്ടാമത്തെ വ്യായാമം, നിങ്ങളുടെ സ്വീകരണമുറിയുടെ നടുക്ക് ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് എടുത്തുമാറ്റി നോക്കൂ. ആ മുറിക്ക് പെട്ടെന്ന് കൂടുതൽ വിശാലതയും ഒരു ശ്വാസം കിട്ടിയതുപോലെയും തോന്നുന്നില്ലേ? വാസ്തുവിൽ ഓരോ മുറിക്കും ശ്വാസമെടുക്കാൻ നടുക്ക് ഒരു ഒഴിഞ്ഞ സ്ഥലം വേണം. ആ കേന്ദ്രത്തിലൂടെയാണ് പ്രാണൻ സ്വതന്ത്രമായി ഒഴുകുന്നത്. ഒരു മുറി മുഴുവൻ സാധനങ്ങൾ വലിച്ചു വാരിയിട്ട് അലങ്കോലമായി കിടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് പ്രാണന്റെ സ്വതന്ത്രമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഓർക്കുക, ഭൗതികമായ തടസ്സങ്ങൾ ഊർജ്ജത്തിന്റെ തടസ്സങ്ങളായി മാറും. ഇത് പതിയെ പതിയെ നമ്മുടെ ആരോഗ്യത്തെയും സമൃദ്ധിയെയും വരെ ബാധിച്ചേക്കാം. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു നിമിഷം ആ വാതിൽക്കൽ നിൽക്കുക. ഒന്ന് കണ്ണടച്ച് ദീർഘമായി ശ്വാസമെടുക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, എന്റെ വീട് എന്നോടെന്താണ് പറയാൻ ശ്രമിക്കുന്നത്? അതെനിക്ക് ഊർജം തരുന്നുണ്ടോ, അതോ എന്റെ ഊർജം ഇല്ലാതാക്കുകയാണോ? ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും.